ഒരു പരിപാടി നടക്കില്ല, ഒരു പരിപാടി നടക്കില്ല. സെയിൽസ് ഈസ് റിയലി ഇമ്പോർട്ടൻ്റ്. ആരോ ഇൻട്രൊഡക്ടറി പ്രസംഗത്തിൽ പറഞ്ഞു, അമ്പിളിമാവനെ കാണിച്ചിട്ട് മോളെ കഴിക്കൂ ഇത് സെയിൽസ് തന്നെയാണ്. അഡ്വക്കേറ്റ് ചെയ്യുന്നത് സെയിലാണ്, ഡോക്ടർ ചെയ്യുന്നതും സെയിലാണ്, എഞ്ചിനീയർ ചെയ്യുന്നത് സെയിലാണ്. ആണോ അല്ലേ? എവ്രിബഡി ദേ ആർ ഡൂയിങ് സെയിൽസ്. പക്ഷെ എന്താണ് സെയിൽസ് എന്ന് പറയുന്നത്? എന്തോ പഴയ അല്ലെങ്കിൽ ആ സെയിൽസ് ഭയങ്കര ടെറിഫിക്കാണ്, ഹൊറിഫിക്കാണ്, ആരിലൊക്കെ എടുത്ത് പോയിട്ട് നമ്മൾ തലയൊക്കെ കുനിക്കണം, അങ്ങനെയൊന്നുമില്ല. ഡിഫൻഡഡ് ആവേണ്ട അടുത്ത് ഡിഫൻഡഡ് ആയിട്ടും, പൊളൈറ്റ് ആവേണ്ട അടുത്ത് പൊളൈറ്റ് ആയിട്ടും, കേട്ടസി വേണ്ട അടുത്ത് കേട്ടസി ഉണ്ടായിട്ടും, മുഖത്ത് നോക്കി സംസാരിക്കാനും കണ്ണിലേക്ക് നോക്കാനും ഐ ബിഹേവിയർ കറക്റ്റഡ് ആവാനും സൈക്കോളജിയും പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് സെയിൽസ്. ഇത് പഠിക്കാത്ത ആൾക്കാർ സെയിൽസുകാരല്ല. അവർക്ക് ടാർഗറ്റ് വലിയ പ്രശ്നമായിരിക്കും. കാരണം സൗദി അറേബ്യയിൽ ഓരോ കമ്പനിയിലും കയറി ഇറങ്ങി വിറ്റ് വന്ന ആളാണ് ഞാൻ. മൈ ഫസ്റ്റ് ജോബ് ആഫ്റ്റർ MBA ഐ പുട്ട് മൈ ലെഗ് ഇൻ ടു സൗദി അറേബ്യ 19 വർഷം മുമ്പ്. ഡ്രൈ ടൈം. നൗ സൗദി ഈസ് വെരി ലിബറൽ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ്. അപ്പോൾ ആ സമയത്ത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കാറ്റലോഗാണ്. യെല്ലോ പേജില്ലേ? ഇന്നാണല്ലോ നമ്മുടെ ഗൂഗിളൊക്കെ. അന്നെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലോഗോ, കമ്പനിയുടെ കീ പേഴ്സൺ, കമ്പനിയുടെ ആക്ടിവിറ്റി, കമ്പനിയുടെ വെബ്സൈറ്റ്, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. മൊബൈൽ നമ്പർ ഇല്ല, ലാൻഡ് ലൈൻ നമ്പർ. ഈ ഡയറക്ടറിയിൽ സ്ട്രിപ്പ് അഡ്വർടൈസ്മെന്റ്, ഹാഫ് പേജ്, ഫുൾ പേജ്, ബുക്ക് മാർക്കർ, ബാക്ക് ലോഗോ, സൈഡ് ലോഗോ, ഇത് വിൽക്കാൻ വേണ്ടി നടക്കണം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കോൾഡ് വിസിറ്റ് ആണ് കേട്ടോ, കോളിങ്ങും ഇല്ല, അപ്പോയിന്റ്മെന്റും ഇല്ല. ഇതിങ്ങനെ എടുത്തിട്ട് പോകും. എന്നെ ആദ്യം ഇറക്കി വിടും. എൻ്റെ ഒരു പാകിസ്ഥാനിയാണ് ഡ്രൈവർ, റംസാൻ. ഇദ്ദേഹത്തിന്റെ സാലറി ഞാൻ നോക്കണം, ഓഫീസിന്റെ സാലറി നോക്കണം, എനിക്ക് സാലറി എടുക്കണമെങ്കിൽ ചെക്ക് വരണം. ഇതായിരുന്നു ആദ്യത്തെ അവസ്ഥ. നന്ദകുമാർ മേനോൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വളരെ സ്റ്റെബണായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹമായിരുന്നു എന്നെ ആദ്യം റിക്രൂട്ട് ചെയ്തിട്ട് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി വിട്ടത്. ഞാനിങ്ങനെ പോയി രാവിലെ തന്നെ അവിടെ പോകും. അപ്പോൾ പറയും യല്ല അവിടെ ഇറക്കി വിടും. അപ്പോൾ അടുത്തടുത്ത് പോകും, ഇറക്കി വിടും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചാൽ നമ്മൾ ഇങ്ങനെ കുടിക്കും. കാരണം 13 രൂപ ഇന്ത്യൻ റുപ്പി, ഒരു റിയാൽ ഇസ് ഈക്വൽ ടു 13 റുപ്പി. അപ്പോൾ അധികം കൂടുതൽ കുടിച്ചുകൂടാ. ഇങ്ങനെ സെയിൽ ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ചാറ്റ് GPT, ഗൂഗിൾ ബാർഡ്, ഗൂഗിൾ AI അല്ലേ? ചാറ്റ് GPT ഇപ്പോൾ അപ്ഡേറ്റഡ് ആണ്. എന്താ അപ്ഡേറ്റഡ് വന്നിരിക്കുന്നത്? ചാറ്റ് GPTക്ക് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ? ഇപ്പൊ നൗ എവറിത്തിങ് ഈസ് കോൾഡ് സിംബോളിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താ സിംബോളിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ AC-ക്കും ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനും ഫാനും ഇസ്ത്രിപ്പെട്ടിക്കും ഒക്കെ തന്നെ ഇന്റലിജൻസ് കൊടുക്കാൻ വേണ്ടി പോവാ. ഹ്യൂമൻ കോഗ്നിറ്റീവ് എബിലിറ്റി. നമ്മൾ നേരെ അയൺ ചെയ്യാൻ വേണ്ടി പോകുമ്പം നിങ്ങൾ ഏത് ഷർട്ടാണ് അയൺ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആവും. ഇപ്പം നിങ്ങളുടെ ഫാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, റിമോട്ട് വെച്ചിട്ടല്ലേ? ഇനി നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കിയിട്ട് ഫാൻ കറങ്ങാൻ വേണ്ടി തുടങ്ങും. രാത്രി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആവും. കോഗ്നിറ്റീവ് എബിലിറ്റിയാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. സോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ലൈക്ക് എനിത്തിങ്. പിടിച്ചു കെട്ടാൻ വേണ്ടി പറ്റില്ല. ഞാൻ ദുബായിൽ മിസ്തുബിഷിയുടെ ഇൻഡസ്ട്രിയൽ ചില്ലേഴ്സ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജാപ്പാനീസിനുള്ള ട്രെയിനിങ്സ്. സോ ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ്. പക്ഷേ അവരുടെ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രാൻസ്ലേറ്റർ ഉണ്ട് ഇവിടെ ഇംഗ്ലീഷ്, ഇവിടെ ജാപ്പാനി, അങ്ങനെയാണ് ട്രെയിനിങ് പോണത്. അപ്പോൾ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സെയിൽസ് ഈസ് എ വെരി എസൻസ് പാർട്ട് ഓഫ് ദി ബിസിനസ്, റൈറ്റ്?